ആലപ്പുഴയിൽ പ്രസവം നിർത്താൻ ശസ്ത്രക്രിയക്ക് പിന്നാലെ യുവതി മരിച്ചു. പഴവീട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശ 31 മരിച്ചത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലാണ് ശസ്ത്രക്രിയക്ക് വിധേയായത്. സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ആരോപണം. നടന്നിരിക്കുന്നത് KNC എന്ന് പറയുന്ന നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആശയെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം, ഡിസ്ചാർജ് ചെയ്തല്ല, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നതിന് ശേഷം അവർ ഡെത്ത് ഡിക്ലറേഷൻ വരെ ചെയ്തതിന് ശേഷം 3 ദിവസമായിട്ട് ഞങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റാണ് ഇത് മരണകാരണമെന്ന് പറഞ്ഞു തന്നെയാണ് ഈ ഡോക്ടേഴ്സിൻ്റെ വിഭാഗക്കാരെല്ലാവരും കൂടെ ഇതിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സത്യത്തിൽ ഇത് ഇങ്ങനൊരു സംഭവമല്ല. ഇത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടപ്പൻ എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ അനാസ്ഥയാണ്. ഈ കുട്ടപ്പൻ ഡോക്ടറിൻ്റെ അനാസ്ഥ മൂലം ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അവരെ നീതിക്ക് മുന്നിൽ നമുക്കൊരു നീതി കിട്ടണം. ഇതിപ്പോൾ നമ്മൾ മരിച്ച ആൾക്കാർ നമ്മൾ മരിച്ചു പോയി, പക്ഷെ എന്നാലും ഇനി മുമ്പോട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം നമ്മളിന്ന് രാവിലെ കളക്ടർ സാറിനെ കണ്ടു. അപ്പോൾ കളക്ടർ സാറ് പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു പോലീസ് വിങ്ങിനെ രണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരും പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഡോക്ടറും കൊടുക്കാവുന്ന DMO ആയിട്ട് സംസാരിച്ച് DMO അത് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മുടെ DYSP അമ്പലപ്പുഴ DYSP ബിജു വി നായർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോലീസിലൊരു വിശ്വാസം ഉണ്ടെന്ന് ഒരു ഇതുണ്ട്. നമുക്ക് ബാക്കിയുള്ള എല്ലാം നോക്കാം. എന്താണെങ്കിലും ഇതിലൊരു നീതി നമുക്ക് കിട്ടണം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. എന്താണ് സ്ഥാനം? ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ കണ്ണൂർ സ്റ്റേഷനിലാണ്, മിലിറ്ററിയിലാണ്. അപ്പോൾ മരിച്ച പെൺകുട്ടിയുടെ ഞാനിപ്പോൾ ഒഫീഷ്യലി എനിക്ക് അവിടുന്ന് ആർമിയുടെ ഒരു റൂൾ അനുസരിച്ച് നമ്മൾ ഡെത്ത് ഡിക്ലറേഷൻ ചെയ്തതിന് ശേഷമാണ്, അത് വെച്ചാണ് ഞാൻ അവിടുന്ന് ലീവ് എടുത്ത് വന്നത് തന്നെ. വന്നതിന് ശേഷമാണ് ഇവർ പറയുന്നത് ജീവനുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവരിതെല്ലാം ഒരു ഭയങ്കരമായിട്ടൊരു നാടകമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡോക്ടറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആൾക്കാരെല്ലാവരും കൂടെ കൂടി നടത്തുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ്. അതിനകത്ത് ഇതിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവരണം. നമുക്ക് ഇതിനകത്ത് ഈ ഡോക്ടറിന് ഉണ്ടായ ഒരു പിഴവ് ഇതെന്താണെങ്കിലും ഇത് വെളിച്ചത്തിൽ കൊണ്ടുവരണം. അതിന് വേണ്ടുന്ന നീതി നമുക്ക് കിട്ടണം. ഇപ്പോൾ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് പോലും നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് ആരോഗ്യമന്ത്രിയോ ഇതിനകത്ത് വേറൊരു ആൾക്കാർ ഇതിനകത്ത് ഇടപെടാനോ ഒരു കാര്യത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊരു നോർമൽ കേസായിട്ട് തന്നെ മാറുകയാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കേസ് അനുസരിച്ച് ഇപ്പം നോർമൽ നടക്കുന്ന പോലെ തന്നെ ഇത് മാറും നാളെ ഇതുപോലൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിശക്തമായിട്ട് ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ നിയമത്തിൻ്റെ ഈ നടപടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാട്ടം തുടരും. ഗുരുതരാവസ്ഥയിലായ ആശയെ ഇന്നലെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാക്കുകയുള്ളൂവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. സംഭവത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി സ്വമേധയാ കേസെടുത്തു. അതിനിടെ ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ന്യൂസ് 95 വേണ്ടി കൃഷ്ണകുമാർ, ആലപ്പുഴ.